ഹായ് ഫ്രണ്ട്സ്, ഫുൾ ടൈം പണിയായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്, അത് ഒരു നിതിൻസ് കാരി എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബൊക്കെ ഉള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. ഞാൻ എൻ്റെ ഷോർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ടാറ്റയുടെ എല്ലാ വണ്ടികളുടെയും പുറകിലുള്ള നെക്സോണിൻ്റെയൊക്കെ പുറവശത്താണല്ലോ നമ്മൾ ആ പെട്രോൾ അടിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഇത് ചാർജിങ്ങിന് കുത്തുന്നത്. ഈ ചാർജിങ്ങിന് കുത്തുന്ന ആ ഭാഗത്ത് അവരൊരു കവർ പോലും കൊടുക്കാത്തത് കൊണ്ട് ഈ മഴക്കാലത്ത് ചെളി അടിച്ച് എല്ലാ വർഷവും അവിടെ കംപ്ലൈൻ്റ് ആറ് പതിവാണ്. അപ്പോൾ പല പ്രാവശ്യം ടാറ്റയോട് പറഞ്ഞു, കംപ്ലൈൻറ്റ് ചെയ്തു. അവർ ഓരോ വർഷവും ഇത് അതിന് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇതിനെ ഓണാക്കി ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. അത് പോവും, മാറിയിട്ട് തരും. അതിന് 10,000 രൂപ വിലയുള്ള. അപ്പോൾ അത് മാറ്റിയിട്ട് തന്ന് ഇപ്പോൾ എൻ്റെ വണ്ടിക്കാണെങ്കിൽ 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തും വാറണ്ടി ഉള്ളൂ. 3 വർഷം കഴിഞ്ഞപ്പം എൻ്റെ ആക്ച്വേറ്ററിന് കംപ്ലൈൻ്റ് ആയി. അതിന് മുമ്പേ ആയി. അവരത് മാറി തന്നു. അപ്പം ഞാനത് ഇനിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കവർ ഇടുന്നത് ഈ നിതിൻ ഉണ്ടാക്കിയെടുത്തു. ഒത്തിരി പേരിങ്ങനെ പല രീതിയിലുള്ള കവറുകൾ ടയർ വെച്ച് കെട്ടുകയും പ്ലാസ്റ്റിക് കെട്ടുകയും കുപ്പി കെട്ടുകയും അങ്ങനെ പല പരിപാടികൾ ചെയ്തു. ശരിക്കും ടാറ്റായ്ക്കൊരു നാണംകേടാണിത്. കാരണം ടാറ്റായ്ക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് തരാവുന്നതാണ്. അവിടെ അത് ചെളി തെറിക്കാതെ. ചെളി വന്നിട്ട് ഇത് സ്റ്റക്കായിട്ടാണ് ഇത് കംപ്ലൈൻ്റ് ആകുന്നത്. പക്ഷെ ടാറ്റ ഇതുവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ടാറ്റയുടെ വണ്ടി മേടിച്ചു പോയ ഞങ്ങൾ അതിന് പറ്റിയ ഒരു പരിഹാരം കണ്ടെത്തി. ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ, ഞങ്ങളുടെ കോട്ടയം ജില്ലയുടെ പ്രസിഡൻ്റാണ് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ വണ്ടിയുടെ ഈ സാധനം ഫിറ്റ് ചെയ്യുമ്പോൾ പുള്ളിയായിട്ടും പുള്ളിയുടെ പിള്ളേരുമായിട്ടൊക്കെ നമ്മളൊന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. മൈക്കൊന്നും വെച്ച് പിടിച്ചതല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഓളിയോ കുറവായിരിക്കും. എന്നാലും നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും വണ്ടി ഉള്ളവർ തീർച്ചയായിട്ടും അത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. നിസ്സാരം ഒരു സാധനമേ ഉള്ളൂ. 400 രൂപ അതിന് മുടക്കുള്ളൂ. 400 രൂപയ്ക്ക് പുള്ളി അത് ഫിറ്റ് ചെയ്ത് തരും ഭംഗിയായിട്ട്. പിന്നെ അതിനകത്തൊരു പൊളിയോ ചെടിയോ ഒന്നും കയറിയല്ല. എന്നാ ചെളി അടിച്ച് കയറിയാലും നമ്മുടെ ആക്ച്വേറ്ററിനോ മറ്റു സാധനങ്ങൾക്കോ ഒന്നും ഒരു ഡാമേജ് വരികയില്ല. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ചാർജിങ്ങിന് ഒരു കംപ്ലൈൻറ്റും പിന്നെ വരത്തില്ല. അത് എല്ലാ ആൾക്കാരും ചെയ്യണമെന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഗുണപ്രദമാവും. വാറണ്ടി കഴിഞ്ഞവർ മസ്റ്റായിട്ടും ചെയ്യണം. അപ്പം ഞങ്ങൾ നിതിൻ്റെ ഗാരേജിൽ പുള്ളിയുടെ ഫോൺ നമ്പറും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ വിളിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്നാൽ പുള്ളി സമയം പോലെ പുള്ളി അത് ഫിറ്റ് ചെയ്ത് തരും. അത് തീർച്ചയായിട്ടും ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. വേറെ ഒരു കുഴപ്പവും വരികയില്ല. ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ചെന്ന് ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇത് കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഈ 400 രൂപ ഒരു മുടക്കായിട്ടേ കാണരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചാർജിങ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വണ്ടിയിലും ഇത് ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ചാർജറിന്റെ ലോക്ക് സോക്കറ്റിൽ ലോക്ക് ആകാത്തത്, പിന്നെ പിന്നെ ചാർജറിന്റെ സോക്കറ്റിൽ പലപ്പോഴും ലോക്ക് ആകാത്ത, പിന്നെ നമ്മൾ ഗണ്ണ് ഊരി വരാൻ ബുദ്ധിമുട്ട് വരുന്ന എല്ലാം ഈ ചെളി കയറിയിട്ടാണ് അത് വരുന്നത്. അതെല്ലാം ആ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരമാണ് നിതിൻസ് ഗാരേജിൽ ഫിറ്റ് ചെയ്ത് തരുന്ന ഈ കവർ. ഈ കവർ ഫിറ്റ് ചെയ്യുന്നതോട് ഒരു തുള്ളി ചെളി ഇതിൻ്റെ അകത്തേക്ക് പിന്നെ കയറിയല്ല. അപ്പോൾ ചെളിയോ മണ്ണോ പൊടിയോ വെള്ളമോ ഒന്നും കയറിയല്ല. അതോടുകൂടി നമുക്ക് ആ ഭാഗത്തുള്ള ഇത്രയും നാൾ ഈ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് ആകെ ഉണ്ടായിരിക്കുന്ന കംപ്ലൈൻ്റ് അതാണ്. ആ ഒരു ചെളി കയറിയിട്ട് ഇടയ്ക്ക് സ്റ്റക്കാകുക. ഇടയ്ക്കല്ല, വർഷത്തിൽ ഒന്ന് സ്റ്റക്കാവും. കാരണം വലിയ മഴക്കാലം വരുമ്പോൾ ഒരു പ്രശ്നം വരും. അത് നമുക്ക് എന്നേക്കുമായിട്ട് ഒഴിവാക്കാം. ഒരു റിലേ ഉള്ളു അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരു കവർ ടാറ്റ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. ടാറ്റയ്ക്ക് ഒത്തിരി പൈസ ലാഭം ഉണ്ടായേനെ. കാരണം ഈ പോകുന്ന സാധനമൊക്കെ വാറണ്ടി പീരീഡ് ഫ്രീ ആയിട്ട് മാറിക്കൊടുക്കണ്ടേ. ചിലപ്പം വെൻഡേഴ്സ് കൊടുക്കുമായിരിക്കും. എനിവേ, എന്താണേലും വളരെ ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. എല്ലാവരും എൻ്റെ കൂടെ നിതിൻ്റെ വീട്ടിലേക്ക് വരും. അതെ, നമുക്ക് നിതിനെ കാണാം, ഇതിൻ്റെ പിള്ളേരെ കാണാം. എല്ലാവരും വളരെ ഹാപ്പിയാണ്. കുട്ടികളൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത് നിതിനെ. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഓക്കെ. പിന്നെ ഞാനൊരു ഡ്രോണൊക്കെ മേടിച്ചായിരുന്നു. ഡ്രോൺ എങ്ങനെയുണ്ട്? ഏത് കമ്പനിയുടെ മേടിച്ചത്? ലൈസൻസ് വേണം. ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കുന്നത് 40,000 രൂപ. 40 രൂപയാണ് ലൈസൻസ്. ഡ്രോണിന് എത്രയായി? ഡ്രോണിന് 150. ആദ്യത്താണ് ഞാൻ നൈസായിട്ട് കൊടുത്തിട്ട് വേറെ മേടിച്ചു.
ചെളി ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ടാ വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ കഴിയുമ്പോ ഒന്നും അകത്തോട്ട് കയറിയല്ലേ. ഞാൻ അതിന്റെ വീഡിയോ വെച്ചിട്ടുണ്ട്. എന്റെ ശരിക്കും ഉണങ്ങിയിരിക്കണം. കുറച്ച് ചുക്കിലി ഉണ്ടായിരുന്നുള്ളതല്ല, വേറൊന്നുമില്ല. നിന്നെ സഹായിക്കാൻ 2-3 ഹെൽപ്പർമാരുണ്ട്. മഴ കാരണം അവധിയായതുകൊണ്ട് നല്ല വെയിലത്ത് നിന്ന് പിള്ളേര് വേർക്കുന്നു. ഇതാണ് മൂത്തയാളാണ്. പേരെന്നാ? ഇഷ്ടാ മധുവിന്. ഏത് ക്ലാസ്സിലാ? അതെയാ? ഏത് കോളേജിലാ? അല്ല, അത് അടുക്കള അവിടുന്ന് എടുത്ത് പറിച്ചവിടെ കൊണ്ട് നട്ടതാ. പിടിക്കാൻ പാടാ. ഞാൻ അങ്ങനെ മഴക്കാലത്ത് പിടിക്കും. നല്ല മഴയത്ത് നട്ടാൽ അഞ്ചാമത്തെ പ്രാവശ്യം ജൂൺ നല്ല മഴയത്ത് വെച്ചാൽ കരിയാപ്പം പിടിക്കുന്ന അടവും വെക്കും. പറിച്ചു വെക്കും. ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് വളഞ്ഞു നിന്ന് ഞാനൊരു കയറ് വെച്ച് കെട്ടിയതാ. അടി പറഞ്ഞു. വെയിലുണ്ട് പാടുക. ഏരെല്ലാം മാറി. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി വെക്കാൻ മംഗോസ്റ്റും വെച്ചിട്ടുണ്ട്. മുള്ളമ്പരം മാത്രം പറഞ്ഞാണ്. മുള്ളമ്പരം വലിയ കാര്യം. മംഗോസ്റ്റും അടിപൊളി. മംഗോസ്റ്റും പക്ഷേ ബഡ് ചെയ്യാൻ പറ്റാത്തൊരു കഴിഞ്ഞ പരിപാടി ബഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫ്രൂട്ടാണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. വീഡിയോ എടുത്തു. ചെടി പിടിക്കുന്നതിന് അകത്ത് ഷേപ്പിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. ആ ആ ഇതൊരു ഗേറ്റ് ഷീറ്റ് എന്ന് പറയുന്ന സാധനം. അത് നല്ല ഫ്ലെക്സിബിളും ആണ്. ഞാൻ ആദ്യമേ നമ്മുടെ പോളികാർബണേറ്റ് ഷീറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒരു വിഷയമില്ല. ഭയങ്കര ടെമ്പറാണ്, വളഞ്ഞു കിട്ടുക. ഫോം ബോർഡ് ആദ്യം പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഫോം ബോർഡിൽ ഇതെന്നതിനുണ്ടാക്കിയേക്കുന്നത്. അത് പവർ വാഷ് ചെറിയ ലീക്കാണ്. ലോക്ക് ചെയ്ത് വെക്കാണ്ട്. ലോക്ക് ചെയ്ത് പവർ വാഷ് അല്ലേ. ഇവിടെ വണ്ടിയെല്ലാം പണിയാനുള്ള അടിയിലെ സ്ക്രാച്ചും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ പ്രാണാക്കാൻ തുടങ്ങിയപ്പം ഇതിന്റെ ഇതിന് ഇച്ചിരി വിടവ് കിടപ്പുണ്ടല്ലോ, അതിലെ കൂടി ഇനി കയറുവോ ചെളി? ഇല്ല, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതുവഴിയൊന്നും വെള്ളം അങ്ങനെ അടിച്ചത്. ഇവിടെയാണ് ഈ ചായന്ന് ഇവിടെ വന്നിട്ടാണ് ഇത് അടിക്കുന്നത്. അതെ, അവിടെ കയറിയ ആക്ഷൻ 5 Pro നല്ല ആണ്. അതിനൊരു മൈക്മിനിയോ മേടിച്ചാൽ ആദ്യം ഞങ്ങൾ ഈ പ്രാവശ്യം ടൂർ പോയപ്പോൾ ഒരു ഗോപ്രോ ആയിരുന്നു. ഐസം മൈക്രോ ഒക്കെ കണ്ടിട്ട് എന്റെ ക്ലാമ്പ് ഫ്രണ്ട് സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഞാൻ കാശ് കൊടുക്കാത്തൊന്നും വിട്ടുതരാം. ഇതിന് കാശ് കൊടുത്താണ് എടുത്തിരിക്കുന്നത്. ഞാൻ മറ്റേ ഫിലിമോറ എടുത്തേക്കുന്നത്. ഞാൻ എന്റെ പേര് കാശ് നോക്കുന്നുണ്ട്. എന്റെ പേര് ഇൻഷോട്ടാ മറ്റേ ലൈറ്റ് കട്ടായിരുന്നു. ലൈറ്റ് കട്ടിനും ഇതൊന്നുമില്ല. സോഫ്റ്റ്വെയർ ഡി ജെ തരുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ലൈറ്റ് കട്ട് ലൈറ്റ് കട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഫിലിമോറ ഫിലിമോറ ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഇത് മാത്രം സോഫ്റ്റ്വെയർ മാത്രം ലൈഫ് ടൈം കിട്ടും 5000 രൂപ. പക്ഷെ ഏത് ആഡോൺ വേണമെങ്കിലും വേറെ കാശ് കൊടുക്കണം. നമ്മൾ ആഡോണൊന്നും ഇടാറില്ല. പണ്ട് ആദ്യം ചെയ്തൊക്കെയാണ് അവരൊക്കെ വലിയ ലക്ഷപ്രഭുക്കളായി. തീരെ പൈസ പോലെ ഇപ്പൊ വെച്ചാൽ കണ്ടന്റ് ക്ഷാമമാണ് മെയിൻ പ്രശ്നം.
എല്ലാവരും എല്ലാ സാധനവും എഴുതുന്നുണ്ട്. ട്രാവലിംഗ് വലിയ ഗുണമില്ലെന്ന് മധു കൂടെ 100 രൂപ. മധു വലിയ ഗുണമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ട്രാവലിംഗ് പോരാ, ആൾക്കാരെല്ലാം മടുത്തു. കാരണം വെച്ചാൽ എനിക്കാണെങ്കിലും റീച്ച് വെറുതെ വണ്ടിയുടെ കാര്യമൊക്കെ കിട്ടുന്നതിന് 4 റീച്ച് അതിന് കിട്ടുന്നില്ല. ആൾക്കാർക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ യാത്രയൊന്നും ആരും അങ്ങനെ വലിയ, കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാരാണല്ലോ ചെയ്യാൻ. സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ ഇഷ്ടംപോലെ ചെയ്തേക്കാം. ആദ്യം സന്തോഷം അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സാധനം കൊണ്ട് ഏഷ്യാനിൽ കൊടുത്തിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് 2-3 പേരുണ്ട്. അരുണിമയുണ്ട്, പിന്നെ മാഹിനുണ്ട്, പിന്നെ സുജിത് ഭക്തനുണ്ട്, പിന്നെ നമ്മുടെ ശരൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ ലിബിന് ഉണ്ട്, പിന്നെ ഞങ്ങള് കാണാറുള്ള ഇവരുടെയൊക്കെയാ. ഇത് എന്നാന്ന് വെച്ചാൽ ഇത് അതിന് ഈ ട്രാവലിംഗ് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായമായ സബ്സ്ക്രൈബ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, വെള്ളം ഇറങ്ങിപ്പോയിട്ടുള്ള ഇതിന്റെ അകത്തുണ്ട്. ഇറങ്ങി പോകും. ഇനിയിപ്പോ ഇത് വെച്ചോണ്ട് ചെളി ഇങ്ങോട്ട് കയറിയല്ലോ. എല്ലാരും ചെളി ഇതുവഴി അടിച്ചു കയറുകയല്ല. ഇല്ല, ഞാനിങ്ങനെ അമ്മമാരെ അയച്ചാ പിന്നെ ഈ അകലം വന്നേ. കട്ടയല്ലേ അടിക്കുന്നത്. പണ്ട് എനിക്കൊരു ഇൻഡിഗോ ഡൈക്കാർ ഉണ്ടായിരുന്നു. അപ്പൊ അത് മേടിച്ച് 800ാമത്തെ കിലോമീറ്റർ ഓയിൽ ലീക്കാ. എനിക്ക് മേടിച്ച ഒരാഴ്ചക്കുള്ളിൽ ഓയിൽ ഡൈക്കോർ തന്നെ. അപ്പൊ രസം എന്താന്ന് വെച്ചാല് അപ്പൊ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക് അല്ല, എനിക്ക് എഞ്ചിനാ ഓയിൽ ലീക്ക്. രസം എന്താന്ന് വെച്ചാൽ ഇവർക്ക് സൊല്യൂഷൻ അറിയില്ല. ഇവര് ചെയ്യുന്നറിയോ, ഓരോ വർഷം ചെല്ലുമ്പോ എഞ്ചിൻ പീസാക്കോ ഗ്യാസ്കറ്റ് മാറുക. ഇവൻ അത് വണ്ടി വിൽക്കുന്നതോടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഇത് തന്നെ അഴിക്കും. നമ്മൾ ചെല്ലുമ്പോൾ എഞ്ചിൻ പീസാക്കി ഇട്ടിരിക്കുന്നതായിരിക്കും. എന്നിട്ട് അവസാനം കേൾപ്പുണ്ടല്ലോ കുറച്ച് നട്ടൊക്കെ വണ്ടിക്കകത്തിട്ട് ഞാൻ ചോദിച്ചു, ഇത് അല്ല എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം അഴിക്കണ്ട, ഇതൊന്നും പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം എന്റെ ഗിയർ ബോക്സിന്റെ ഓയിൽ പോയി സെന്നാനീസ ഞങ്ങൾ ചെന്നു. 3 ദിവസം ആയതേ ഉള്ളൂ. 3 ദിവസം ചേട്ടാ. അപ്പൊ ഗിയർ ഓയിൽ സാധനം സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല കൂപ്പിച്ച് തെറി പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പുതിയ വണ്ടി കിടപ്പില്ല, അതിന്റെ ഓർമ്മ പുതിയ ചെയ്യാൻ പറഞ്ഞു. ഇത് പുതിയ വണ്ടി അല്ലെന്ന് ചോദിച്ചു. ഈ സാധനം എന്ന് കാറ്റായെന്ന് വരാനാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഓണറെ എല്ലാം കയറി കണ്ടു. കുറേ ഞങ്ങൾ ബേളം വെച്ചു. ഹലോ, ടൊയോട്ട ഇത്ര സക്സസ് ആയതും അതുകൊണ്ടാണ്. ഒരു ആഫ്റ്റർ സർവീസ് പക്കയാണ്. ഒരു ഇന്നോവ മേടിക്കുന്നവരാ അറിയാവുന്ന തെരുമുഴുവൻ വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ കൂടും. ടെൻഷൻ അല്ലെന്ന്, നമ്മൾ ഒരു വണ്ടി മേടിച്ചു എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. അതിന്റെ ആഫ്റ്റർ സർവീസ് കംപ്ലൈന്റ് തീർത്ത് തരാനുള്ള 100% കടമ മാനുഫാക്ചറിനുണ്ട്. അറിയത്തില്ലല്ലോ. നമ്മുടെ വണ്ടിയിലെ ഡിക്കിക്കകത്തൊരു ഫ്ലൈവുഡ് മാറ്റില്ലേ, അതെന്റെ ആദ്യത്തെ സർവീസ് തന്നെ ഓടിച്ചു. അത് ഇങ്ങനെ കയറ്റി ഈ സർവീസിന് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാത്തേലും നല്ലപോലെ ലേബൽ ചെയ്യണം. ഞങ്ങൾ 2 ടയർ ഊരി മാറ്റി. 1 വർഷത്തേക്കും കൂടി ഓടാനുള്ള ടയറ് വേറെ. അങ്ങനത്തെ പരിപാടി എല്ലാം കാണിക്കും. എല്ലാത്ത സാധനം ഓടിച്ചു കളഞ്ഞായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ ഓടിച്ചു MK കൊണ്ട്. അപ്പൊ അവൻ തർക്കിച്ചു ഇത് ഒടിഞ്ഞിരുന്നതാണ്. അപ്പൊ ഇവള് പറഞ്ഞേ, ഈ വണ്ടി ഇപ്പം മേടിച്ചിട്ട് ഞങ്ങൾക്ക് 3 ദിവസമായുള്ളൂ. ഈ വണ്ടി ഇത് ഡിക്കി തുറന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ തുറന്നിട്ടുള്ളൂ, ഞാനേ തുറന്നിട്ടുള്ളൂ. ഈ പുള്ളി 55 ഇഞ്ചിന്റെ പാനല് കൈകൊണ്ട് എടുത്ത് വെക്കുന്ന ആളാണ്. ആ പുള്ളിക്ക് ഈ ഒരു തൈല് കഷ്ണം എടുത്ത് വെക്കാൻ ഒരിക്കലും ഓടിയായിരുന്നു. നീ തർക്കിക്കണ്ട, നിന്റെ കയ്യിൽ നിന്ന് ഓടിഞ്ഞാൽ നേര് പറഞ്ഞോളാം. അതെ ചേച്ചി, എന്റെ കയ്യിൽ നിന്ന് പറ്റിയതാ, ഞാൻ മാരുതിന്ന് വന്നോളൂ, ഇതെങ്ങനെയാ വെക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവര് കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ടയർ അറിഞ്ഞോണ്ടൊന്നും മാറുന്നല്ല, അവിടെ ഊരിയിടും. വേറെ ഏതെങ്കിലും 2 എടുത്തിടും, വേറെ ഏതെങ്കിലും വണ്ടിയുടെ. ഇന്ന വണ്ടിയുടെ ഇന്ന സാധനം ലേബൽ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ സോണച്ചന്റെ വണ്ടിയുടെ ഇത് പിടിപ്പിക്കുക. അവനോട്ട് നെറ്റ് താക്കാൻ നോക്കുവാണ്. ഞാൻ പറഞ്ഞു, എടോ ഇത് ഇങ്ങനെയല്ല, അത് വെറുതെ വിട്ടാൽ മതി, അത് തരത്താൻ വീണോളും. അറിയത്തില്ലത്, വെറുതെ മനുഷ്യനെ പ്രാന്താക്കും. ഒരു ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ലാതെ ചുമ്മാ ഒന്നും അറിയത്തില്ലാത്ത കുറെ പിള്ളേരെ കയറ്റി വെച്ചേക്കുക. എന്നാ ഞങ്ങൾ പൊക്കോളാം.